ഒരുക്കുന്നുണ്ട്. അങ്ങനെ പറയൂല്ലേ അതിന ഒരാൾ പറയല്ലേ? വിദ്യാഭ്യാസ മന്ത്രി എന്ത് തെറ്റാണ് ചെയ്യുന്നത്? പോയി ജയിച്ചവൻ ജയിക്കില്ല. എന്നാന്ന് വെച്ചാൽ ഇപ്പം അവ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഈ CJP പ്രൊട്ടസ്റ്റ് ജോയിൻ ചെയ്ത് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യല്ലോ വേണ്ടേ? ഉറപ്പായി ഒളിമ്പിയൻ എനിക്ക് പാരയാവും. ഉത്തരം പറയൂ. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞങ്ങൾ ഭരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ജനസംസാരം അങ്ങനെയാ. നിങ്ങൾ ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു, അത് സമരം ചെയ്തു. ആ സമരത്തെ ഏത് രീതിയിൽ വളരെ മാതൃകാപരമായിട്ട് അതിന് റിപ്ലൈ കൊടുക്കണമെന്നും ഏതൊക്കെ തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും വളരെ മാതൃകാപരമായിട്ടാണ് കഴിഞ്ഞ 10-12 ദിവസം കൊണ്ട് ഇന്ത്യയെ കാണിച്ചത്. ആയിരക്കണക്കിന് യുവാക്കളാണെന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഇവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുകയായിരുന്നു ദില്ലി പോലീസ്. പ്രതിഷേധത്തിന് നേരെ പലയിടത്തും പോലീസ് ലാത്തിചാർജ് നടത്തി. കണ്ണീർ വാതകം പ്രയോഗം. ഒന്നും അറിഞ്ഞോണ്ടല്ലോ അണ്ണ, പിന്നെ മനഃപൂർവ്വം. അതെ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സർക്കാർ ചെയ്യാത്ത മാതൃകാപരമായ നിങ്ങൾ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടില്ല. ഞങ്ങളത് ഏറ്റെടുത്തു, ഞങ്ങൾ പരിഹാരം കണ്ടു. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും ദിവസം എടുത്തത്? എന്താണ് ചെയ്തു തീർത്തത്? അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുന്നതിന് മുമ്പ് ചെയ്തു തീർത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറയാം പ്ലീസ്. ഞങ്ങൾക്ക് ആഗ്രഹം അറിയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. നേരായിട്ട് പറയാം. ഇത്ര നേരെടുത്ത് എക്സാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാനുള്ള തീരുമാനം എടുത്തു. ഇതുപോലെ എക്സാമിന് ക്രമക്കേടുകൾ നടക്കുകയാണെങ്കിൽ അതിൽ കുറ്റവാളിയായിട്ട് കണ്ടെത്തുന്ന ആളുകൾക്ക് എതിരെ 10 കോടി രൂപ പിഴയും 10 വർഷം അവരെ തടവിൽ അടയ്ക്കാനുമുള്ള അമെന്റ്മെന്റ് ആക്ട് കേന്ദ്ര മന്ത്രിസഭയാണ് എന്നെ സംശയിക്കരുത്. നീറ്റ് കഴിഞ്ഞിട്ടാണ് നെറ്റിന്റെ എക്സാം വന്നത്. ഈ നെറ്റ് എക്സാം വന്നപ്പോൾ പിന്നെയും ഈ പ്രശ്നം തന്നെയാണല്ലോ. അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ? എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. അക്കൗണ്ടബിലിറ്റി മാം പറഞ്ഞു. അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ ആക്ച്വലി അക്കൗണ്ടബിലിറ്റി പറയാൻ ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാ. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. ഒരു യോഗ്യതയാണ് നമുക്ക്. ഞാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വീഡിയോ ഇറക്കി. ഓക്കെ, അത് വരെ ടെലിപ്രോംപ്റ്റർ വെച്ച് നോക്കേണ്ട അവസ്ഥയാണ്. ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടെന്താ അത്രയും സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സുതാര്യമായിട്ട് ആൻസർ കൊടുക്കുന്നില്ല പ്രസിന്. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം പറയണ്ടേ? 20 പേര് മരിക്കാൻ നിന്നിരുന്നു. ഈ ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഭാരതത്തിൽ ആദ്യമായിട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകൾ ഉണ്ടാവുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എത്ര പേര് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ? യു ഗൈസ് ആർ പ്ലേയിങ് വിത്ത് മൈൻഡ്, മെന്റൽ ഹെൽത്ത് ഓഫ് പീപ്പിൾ. നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഞങ്ങൾ അതിനെ ന്യായീകരിച്ചിട്ടില്ല. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ന്യായീകരിച്ചിട്ടില്ലെന്ന് പറയണത് എല്ലാരും കാണുക കൊരവള്ളി പൊട്ടിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ഞങ്ങളെ വെറും മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാണ് കഴിയുന്നത്. അകത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റാണത്. അല്ല വിദ്യാഭ്യാസ മന്ത്രി എന്ത് തെറ്റാണ് ചെയ്യുന്നത്? അവനാ ശുഷ്കാന്തി കണ്ട പോലെയാ. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. അപ്പൊ ഇവര് പറയും ഗാലറി നിറയെ ദേശദ്രോഹികളാണല്ലോ എന്ന് മനസ്സിൽ പറയും ഇവര്. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. പിള്ളേരെല്ലാം സമരത്തിന് മുന്നോട്ട് വന്ന ഒരു വിദ്യാർത്ഥികളെ പോലും രാജ്യദ്രോഹി അതിന്റെ പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. അവർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അറിയില്ല എന്നാ അറിയണം.
മാം ഒരുപാട് പ്രാവശ്യം അക്കൗണ്ടബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇത്രയും കാലമായിട്ട് ഒരുപാട് പ്രാവശ്യം നമ്മുടെ നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് പെട്ടത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജിവെച്ചല്ലോ, അതേപോലെ ഒരുപാട് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഇതിന് മുന്നേ ഇത് അറ്റംപ്റ്റ് എടുത്തില്ല? അത് കറക്റ്റ് ആണ്. അതെ അതെ. 3-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. 3-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അയ്യോ എനിക്ക് മനസ്സിലായതേ ഇല്ല. 5-ാം തീയതി NTA, അതായത് കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, ഇങ്ങനെ ഒരു എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. ഞങ്ങൾ തന്നെ നടത്തി, ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചു എന്നല്ല. ഇതിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ ഓരോരുത്തർ ഇവർ സമീപിച്ചതിന്റെയും വിവരങ്ങളെല്ലാം ഓരോ വിദ്യാർത്ഥികളും അപ്പുറത്ത് വിടുന്നത്. അതാണ് മീഡിയ അപ്പുറത്ത് വിടുന്നത്. എന്റെ കൊടല് ഞങ്ങൾ എടുക്കും. അത് 55-ൽ പരം പേപ്പറുകൾ ലീക്ക് നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ പറയുന്നില്ല. ഓരോ സ്റ്റേജിലും നിങ്ങൾ അക്കൗണ്ടബിലിറ്റി എന്നതിനെ പറ്റിയാണ് എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ ഞങ്ങൾ ജൻസികളിൽ പല ആളുകളും ഒരു പാർട്ടിയെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാത്ത ആളുകളാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഓൾറെഡി പറഞ്ഞു, മാം തന്നെ ഓൾറെഡി പറഞ്ഞു. അതായത് മുൻ ഗവൺമെന്റുകൾ വന്ന ടൈമിലും ഈ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷവും ഈ പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരാജയമല്ലേ? പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ എണ്ണം കുറയുക ചെയ്തത്. അതിന് ഉരുളൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് നിങ്ങൾ ഏറ്റവും അവസാനമാണ് നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായത്. രാത്രി ആവുമ്പോ ഇത് ഇതിനപ്പുറം ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയിലെ പ്രതീക്ഷകളാണിത്. ഞങ്ങൾ എന്താവണം ഏതാവണം എന്നുള്ള പ്രതീക്ഷകൾ ഒരു സമയത്ത് ഇതാവുമ്പോൾ ഞങ്ങൾ അതിനെതിരെ എടുത്ത പ്രൊട്ടസ്റ്റിനെതിരെ ഏറ്റവും അവസാനമാണ് നിങ്ങൾ അതിന് റെസ്പോൺസിബിലിറ്റി. ഈ പറയുന്നത് തെറ്റാണ്. കാരണം 12-ാം തീയതി തന്നെ കൃത്യമായിട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറിഞ്ഞില്ലെന്ന് ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. മാത്രമല്ല ഇതിന് വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും, കാരണം 22 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയത്തില് ഇത്ര പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്ത ഒരു സർക്കാരിനെയാണ് ഇത്രയും ഒരു ഇതില്ലാതെ വിമർശിക്കുന്നത്. അതിനെ ഈ സമരം ചെയ്തൊരു അച്ഛനാണ് നമ്മൾ പറഞ്ഞു. പരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീണ്ടും തയ്യാറെടുത്ത് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയ കുട്ടികൾ ഉണ്ട്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഇദ്ദേഹം പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ചോദ്യ പേപ്പർ ചോർത്തിയത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ റീമീറ്റ് നടത്തിയപ്പോൾ പിള്ളേർക്ക് ഊർജ്ജസ്വലരായിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ എക്സാം എഴുതാൻ പറ്റിയത്. ഞാനിപ്പോ പറയുക, ഇവർ ഇലക്ഷൻ നടത്തുക, ഇവരാണെന്നുണ്ടെങ്കിൽ സ്കാം വന്നിട്ട് ഇലക്ഷൻ വോട്ട് കിട്ടിയതെല്ലാം മാറിപ്പോയി. എന്നിട്ട് ഞങ്ങൾ പറയും നിങ്ങൾ ഊർജ്ജസ്വലരായിട്ട് വന്നിട്ട് പിന്നെ വന്നിട്ട് ഇലക്ഷൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും? പ്രാവശ്യം പോലും അദ്ദേഹം ഇത് പറഞ്ഞില്ല. ഓക്കെ, ഇത് സംഭവിച്ചു, നമ്മൾ വി ആർ സ്ട്രഗ്ലിംഗ്, സ്റ്റുഡൻസ് വിഷമിച്ചു. വാട്ട് ഡിഡ് യു സേ? എല്ലാ പ്രാവശ്യം PSU. ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. വാർത്ത പുറത്തു വന്നിരുന്നു. ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും അതുപോലെ തന്നെ ഒരു BRC അധ്യാപികയും MDMA-യുമായി പിടിയിലായി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? തലയ്ക്കെന്താ തകരാറാണ് മേഡം? കോക്രോച്ച് ജനതാ പാർട്ടി ഏത് രീതിയിൽ പ്രതികരിക്കുന്നു അറിയണ്ടേ? ഇയാൾക്ക് ഭ്രാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ചോദ്യം വരും കേട്ടോ. അർജന്റീന എന്തുകൊണ്ട് ഫൈനലിൽ തോറ്റെന്നും കോക്രോച്ച് ജനതാ പാർട്ടി പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഇത് നീറ്റ് NTA പുറത്തുവിട്ടല്ല. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ PDF സർക്കുലേറ്റ് ചെയ്യും. വാട്സാപ്പിൽ കൂടി പല രീതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പരാതി ഉയർന്നപ്പോൾ NTA ഇന്റേണൽ എൻക്വയറി നടത്തി. അതിനുശേഷമാണ് പറഞ്ഞത് പരാതി. ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം. അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. 3 പേർക്കെതിരെ നടപടിയും എടുത്തു കഴിഞ്ഞു. ഇതുകൂടെ കേൾക്കണോ? CJP-കാരന്റെ കാര്യം കേൾക്കണോ? അതുകൂടെ പറയാം. എനിക്ക് ആക്ച്വലി കുട്ടികളോടാണ് സംസാരിക്കാനുള്ളത്. സംസാരിച്ചിട്ട് ഒരു കാര്യം ഇതിലും ഭേദം മരിക്കുന്ന
കരുതിയിരുന്നു ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ മൊബൈൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുമെന്ന്. അങ്ങനെ അല്ല എന്ന് നമ്മൾ തെളിയിച്ചതാ. പറഞ്ഞു കൊടുക്കണ നമ്മുടെ വിജയമാ. പിന്നെ ഞാനൊന്നും കേൾക്കില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു രാജാവിനെ കൊണ്ട് 3 വീഡിയോ ചെയ്യിച്ചു, ആംഗിൾ മാറ്റി. நம்ம யாருன்றது முக்கியம் இல்ல, நம்மளால என்ன முடியும்ன்றது தான் முக்கியம். நமக்கு செட் ஆகுதுல இந்த டயலாக். எஸ் சார், நான் வச்சுக்கிறேன்.